ഹായ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കുറേ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. കാരണം കുറേ ദിവസം മുന്നേ എടുത്തു വെച്ച 3-4 വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്, പെരുന്നാൾ കേക്ക് ഡ്രസ്സ് എടുത്ത വീഡിയോ ഉണ്ട്, എൻ്റെ മോൻ്റെ ഹെയർ കട്ടിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു 2-3 കമൻസിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലതും കൂടി ഉൾപ്പെടുത്താം. കാരണം കുറച്ച് ദിവസം മുന്നേ ഇട്ടൊരു വീഡിയോൻ്റെ താഴെ വരെ കമൻറ്റ് ഉണ്ടായിരുന്നു, പ്ലീസ് മോൻ്റെ ഹെയർ കട്ട് ഒന്ന് ചെയ്യുമോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്കും ചെയ്യണേ. ഇത് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് കുറച്ച് ലേറ്റായിട്ട് ഷോപ്പിങ്ങിന് അറിയുന്നത്, ഒരു 10-10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനം പർച്ചേസ് ചെയ്യാൻ വന്നതാണ്. ചിക്കന്, ഫ്രൂട്ട്സ്, ജ്യൂസിനേക്കുള്ള ഐറ്റംസ്, അങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ ആ മോളിലേക്കുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ഫുഡ് കഴിക്കാൻ പോയത്. സുക്കൂറിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 12:30 കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിംഗ് കഴിയുമ്പോഴേക്ക്. അപ്പോൾ മോളിൽ തന്നെയുള്ള ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഷോപ്പിംഗ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കി നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ പോയിട്ട് നല്ല ഫുഡായിരുന്നു. ഗീ റൈസ്, ബീഫ് കറി, ഇറച്ചിച്ചോറ്, അങ്ങനെ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡും കഴിച്ച് വേഗം തന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് റിട്ടേൺ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. എനിക്ക് കാണിക്കാൻ പോകുന്നത് വേറൊരു ദിവസം നമ്മൾ ഈദിനേക്കുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോകുന്ന വിശേഷങ്ങളാണ്. ഡ്രസ്സ് എടുക്കാൻ പോകുമ്പം തന്നെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു, എനിക്കൊരു ഡാർക്ക് ഷെയ്ഡ് ഡ്രസ്സ് വേണം, എനിക്ക് ഇപ്രാവശ്യം ഒന്നില്ലെങ്കിൽ കഫ്താൻ മോഡൽ വേണം. അങ്ങനെയൊക്കെ മൈൻഡിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഞാൻ ഇതുവരെ സുഡിയോ പോയിട്ടുണ്ടായില്ല. നാട്ടിൽ പോയപ്പോഴും സുഡിയോയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ സുഡിയോ ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഒന്ന് ഷോപ്പ് ചെയ്യുമ്പോൾ അവിടെ പോയി നോക്കാമെന്ന്. അങ്ങനെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. മോൻക്ക് വേണ്ടിയിട്ടൊക്കെ നോക്കി. പക്ഷേ കാഷ്വൽ ടൈപ്പ് എപ്പോഴും കാണുന്ന പോലെ തന്നെ എനിക്ക് ഫീലായത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഡ്രസ്സെല്ലാം ഒന്ന് നോക്കി, ബട്ട് എടുക്കാനും സാറ്റിസ്ഫൈഡ് ആയിട്ടൊന്നും കിട്ടിയില്ല. പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇറങ്ങി നേരെ R&Bയിലേക്കാണ് പിന്നെ പോയത്. അവിടെ പോയി നോക്കുമ്പോൾ അതേ അവസ്ഥ തന്നെ, കളക്ഷൻസൊക്കെ ഉണ്ട്, ബട്ട് എപ്പോഴും യൂഷ്വലി കണ്ടുകൊണ്ട് പോയ പോലത്തെ സാധനങ്ങൾ. എൻ്റെ മൈൻഡിലാണ് ഈ ഡാർക്ക് ഷെയ്ഡ് വേണമെന്ന്, പക്ഷേ എനിക്ക് കാണാൻ കിട്ടുന്നതൊക്കെ ലൈറ്റ്. എനിക്കൊന്നും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. എനിക്കാണെങ്കിൽ ഓൻ യൂസ് ചെയ്ത പോലത്തെ തന്നെ എല്ലാം തോന്നുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ദുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ ദുബായിലുണ്ട്, കറാമ ഫെസ്റ്റിവലുണ്ട്, വാ നമുക്ക് അവിടെ പോകാമെന്ന്. അങ്ങനെ പോകുമ്പോൾ റൂട്ട് തെറ്റി എവിടെയല്ലോ ഗൂഗിൾ മാപ്പാണെങ്കിൽ കുറച്ച് കാലമായിട്ട് പണി കിട്ടിയ പോലെയാണ്. എവിടെയല്ലോ ഡയറക്ഷൻ കാണിക്കും, എങ്ങോട്ടല്ലോ എക്സിറ്റ് മാറ്റും. അങ്ങനെ എക്സിറ്റ് തെറ്റി നമ്മളെത്തിയത് ഫ്യൂച്ചർ മ്യൂസിയം കാണാനാണ്. ഇത് നൈറ്റ് കാണാൻ നല്ല രസമാണ്. എനിക്കാണെങ്കിൽ ഇത് നല്ല ഇഷ്ടമാണ്. നോക്കുമ്പോൾ നമ്മൾ കറാമ എത്തി നോക്കുമ്പോൾ അവിടെ പാർക്കിംഗ് ഇല്ല, അങ്ങോട്ടേക്ക് കാർ എടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ട്രാഫിക്. അറ്റ് ലാസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തു, ആ ഫ്ലോപ്പായി. ഇനി നമുക്ക് റിട്ടേൺ ഫുഡ് കഴിക്കാൻ തന്നെ പോകാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി. എനിക്ക് കാണിക്കുന്നത് വേറെ ദിവസത്തെ വിശേഷങ്ങളാണ്. ഇന്ന് നമ്മൾ ഡ്രസ്സ് എടുത്തു. സത്യം പറഞ്ഞാൽ 3-4 ദിവസം 3-4 ഷോപ്പിൽ തപ്പി എവിടുന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒന്നും കിട്ടിയില്ല. അറ്റ് ലാസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഡ്രസ്സ് ഒപ്പിച്ചു എന്ന് പറയാം. എൻ്റെ മോൻക്ക് 2-3 നല്ല തന്നെ കിട്ടി. അർഹമിന് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു എല്ലാം. അപ്പോൾ ഓൻ്റെ കുറേ ഷോപ്പിംഗ് എന്താ പറയുക, ഓരോ ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോഴും ഓനക്ക് വളരെ ഇഷ്ടപ്പെടും. ചിലതിലെന്തെല്ലോ മിസ്റ്റേക്ക് എനിക്ക് തോന്നും. അങ്ങനെ ലാസ്റ്റ് 2-3 ഷർട്ട്സൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ സെക്ഷനിലേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് കണ്ണിൽ പിടിച്ച ഒരു ഷർട്ട് കിട്ടിയത്. ഹസ്ബൻഡ് പറഞ്ഞു, ഇത് നോക്ക്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ നോക്ക് എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ നല്ല ഷർട്ട്. അവനിട്ട് നോക്കിയപ്പോഴും നല്ല തന്നെ. നമ്മൾ ട്രയൽ റൂമിൽ കൊണ്ടുപോകും ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻക്ക് ആ ഷർട്ടും കൂടി നമ്മൾ ഫിക്സ് ചെയ്ത് എൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ പോയി കുറച്ച് നേരമൊക്കെ നോക്കി. ഒന്നും ഡാർക്ക് കളേഴ്സ് ഒന്നും കാണുന്നില്ല. ഉള്ള ഡാർക്കാണെങ്കിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. പിന്നെ ആണെങ്കിൽ കണ്ട ട്രെൻഡ് മോഡൽസ് തന്നെയാണ് ഉള്ളത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞാൻ എടുത്തത് ഒരു ബേബി ബ്ലൂ കളർ ഗൗണാണ്. അതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നില്ല. മേ ബി ഞാൻ പെരുന്നാൾ വ്ളോഗ് ഇടുന്നുണ്ടെങ്കിൽ അതിൽ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡിൻ്റെ സെക്ഷനിലും പോയി ഹസ്ബൻഡിന് വേണ്ടിയിട്ടും നോക്കുമ്പോൾ ഹസ്ബൻഡിന് അവിടെ നിന്നൊന്നും ഇഷ്ടമായിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല. ഹസ്ബൻഡിന് പിന്നെ ഒരു ദിവസം വേറൊരു സ്ഥലത്തു നിന്നാണ് ഡ്രസ്സ് എടുത്തത്. നോർമലി വേഗം ഡ്രസ്സ് എടുത്ത് കഴിയുമെങ്കിലും ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് 2-3 ഷോപ്പിൽ കറങ്ങേണ്ട വന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലത്തുനിന്ന് ഒന്ന് കിട്ടും, ഒരു സ്ഥലത്തുനിന്ന് ഒന്ന് കിട്ടില്ല. അങ്ങനെ 2-3 തപ്പിയിട്ടാണ് ലാസ്റ്റ് നമുക്കെല്ലാം കൂടി ഒന്ന് ഫിക്സായി വന്നത്. അങ്ങനെ എനിക്ക് കാണിക്കുന്നത് വേറൊരു ദിവസത്തെ വിശേഷമാണ്. ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സ്നാക്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇത് ചിക്കൻ സ്ലൈഡേഴ്സാണ്. ഇത് ബന്നിലും സെറ്റ് ചെയ്യുക, പാവ് ബന്നിലും സെറ്റ് ചെയ്യുക.
ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്തിന്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട്സിൽ പോയിട്ട് ചെക്ക് ചെയ്താൽ കിട്ടും. നല്ല ടേസ്റ്റി ഫില്ലിങ്ങാണ്, സിമ്പിൾ ഫില്ലിങ്. ചിക്കനിൽ ഒരു ഉള്ളി ക്യാപ്സിക്കൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് സിമ്പിളായി കുക്ക് ചെയ്തെടുത്ത് ബണ്ണിൽ സെറ്റ് ചെയ്തെടുത്താൽ മതി. താഴെയൊരു ചീസ് സ്ലൈസ് വെക്കുക, ഫില്ലിങ് വെക്കുക, ബട്ടർ ഗാർലിക് സ്പ്രെഡ് ചെയ്യുക ബണ്ണിൽ. പിന്നെ ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു പോട്ടിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാനും പറ്റും. വേഗം തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഈസി സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ്. അങ്ങനെ അന്ന് നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് ഓൺലൈനിൽ നമ്മൾ ഗ്രോസറി വാങ്ങിച്ചു. കാരണം ഷോപ്പിൽ പോകാൻ ഭയങ്കര മടി. നോമ്പൊക്കെ എടുത്ത് കഴിഞ്ഞ് ക്ഷീണിക്കൂലേ. പിന്നെ ഹസ്ബൻഡിന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ നല്ല ക്ഷീണമായിരിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഷോപ്പ് ചെയ്യൽ ഭയങ്കര ഇടങ്ങാറായതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഗ്രോസറി കുറച്ചേ വാങ്ങിക്കാനുള്ളൂ, അത് ഓൺലൈനിൽ തന്നെ ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം വാങ്ങി. പാല്, ഉള്ളി, മറ്റേ കറി ലീവ്സ്, അങ്ങനെ ചെറിയ ഐറ്റംസ് എല്ലാം വേഗം വാങ്ങി എല്ലാം സ്റ്റോക്ക് ചെയ്ത് എല്ലാം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കില്ല. ഹസ്ബൻഡും ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ഇതിനൊക്കെ 2-3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ചെറിയ ഷോപ്പിംഗ് ഇനി ബാക്കി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിറ്റർജൻറ്റ് വേണേനു, അതും വാങ്ങി. ഓണിയൻ, പിന്നെ ലീവ്സ്, അതെല്ലാം വാങ്ങി സെറ്റ് ചെയ്ത് വെച്ച്. പിന്നെ എനിക്ക് കാണിക്കുന്നത് എൻ്റെ മോന് ഹെയർ കട്ട് ചെയ്യാൻ പോയതുള്ള വിശേഷങ്ങളാണ്. ഞാൻ പോയിട്ടില്ല, ഹസ്ബൻഡാണ് കൊണ്ടുപോയത്. കാരണം അറിയാലോ, മെൻസ് സലൂൺസിൽ അങ്ങനെ ഗേൾസിന് പോയാൽ റെഡി ആവില്ല. എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ള അത്ര കോൺഫിഡൻസും ഇല്ല. അതുകൊണ്ട് പിന്നെ ഹസ്ബൻഡ് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് എൻ്റെ ഫോൺ കൊടുത്തയച്ചു. നിങ്ങൾ ഇതിൽ തന്നെ വീഡിയോ എടുത്തിട്ട് കൊണ്ടുതരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഹസ്ബൻഡ് പറഞ്ഞു, എന്താ എൻ്റെ ഫോണിലെടുത്ത് ഷെയർ ചെയ്തപ്പറേ. ഞാൻ വേണ്ട, ചിലപ്പോൾ ക്ലാരിറ്റി ഒക്കെ ഭയങ്കര മിസ്റ്റേക്ക് വരും, എൻ്റെ ഫോൺ തന്നെ കൊണ്ടുവിടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടതാണ്. അങ്ങനെ പോയി ഹെയർ കട്ട് ചെയ്തു. എനിക്ക് മോൻ്റെ സ്പെഷ്യലി ഹെയർ കട്ടിൻ്റെ പേരൊന്നും അറിയില്ല. നമ്മളിങ്ങനെ സെർച്ച് ചെയ്യും, ഏതാ പുതിയ ട്രെൻഡ് ഏതാ വരുന്നത്. അത് എന്നിട്ട് ഒന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും, അല്ലെങ്കിൽ അത് അവർക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അപ്പോൾ അവരെ കൊണ്ട് അതേ ഒരു സ്റ്റൈലിൽ കട്ട് ചെയ്തെടുപ്പിക്കലാണ്. കമൻറ്റിലുണ്ടായിരുന്നു ഇത് അപ്പാച്ചി കട്ടാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. എനിക്കറിയില്ല ഇത് അപ്പാച്ചി കട്ടാണോ എന്ന്. എനിക്ക് തോന്നുന്നത് ഇത് അപ്പാച്ചി കട്ടല്ല. ഇത് നമ്മൾ ലേറ്റസ്റ്റ് ഏതാ ട്രെൻഡ് നോക്കി അങ്ങനെ എടുത്തിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ മോൻക്ക് ഇഷ്ടമാണ് ഹെയർ കട്ട് ചെയ്ത്, അവനക്ക് സ്റ്റൈൽ ചെയ്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അനങ്ങാണ്ടിരുന്ന് കൊടുക്കും. അവർ ചെയ്യുന്നവരെ അവന് അടങ്ങിയിരുന്ന് എല്ലാം ചെയ്ത് കൊടുക്കും. അപ്പോൾ ഹസ്ബൻഡാണ് കൊണ്ടുപോയി. എപ്പോഴും ഹസ്ബൻഡ് തന്നെയാണ് കൊണ്ടുപോകല്. അപ്പോൾ ഇപ്രാവശ്യം ഹസ്ബൻഡ് തന്നെ പോയി എനിക്ക് വേണ്ടി വീഡിയോസും എടുത്തു തന്നുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവൻ്റെ ഹെയർ കട്ട് കാണിക്കുന്നുണ്ട്. ഹെയർ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മളെ സ്റ്റൈലിനനുസരിച്ചിട്ട് നമ്മളത് സ്റ്റൈൽ ചെയ്ത് കൊടുക്കലാണ്. ഹസ്ബൻഡല്ല ചെയ്യൽ. അവനെ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അന്നേരം നമ്മൾ തന്നെ കോംബ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ. അങ്ങനെ അധികവും സെറ്റ് ചെയ്യല. ഹെയർ കട്ട് ചെയ്യുമ്പോൾ അവർ സെറ്റ് ചെയ്ത് തരും, പക്ഷേ അതൊരു വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോകുമല്ലോ. പിന്നെ അത് നമ്മൾ സെറ്റ് ചെയ്യും എങ്ങനെയാണോ നമുക്ക് വേണ്ടത്. അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്തെടുക്കല. പിന്നെ ഇപ്പോൾ ഞാൻ നല്ലോണം ഷോർട്ടാക്കി വെച്ചിന്, കാരണം വേഗമൊന്നും ഹെയർ ഇവൻ്റെ വളരുമില്ല. അതുമല്ല ഇവൻക്കാണെങ്കിൽ വേഗം അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയും. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഇതാകുമ്പോഴത്തേക്കും ഏറ്റവും ഡിമാൻഡുള്ള സംഭവമാണ് സാലോൺ. 2-3 പ്രാവശ്യം നമ്മൾ പോയി, എല്ലാവരുടെയും റഷായിരിക്കും. ലാസ്റ്റ് ഇന്ന് കിട്ടിയതാണ്. ഇന്ന് തന്നെ നമ്മൾ ഹെയർ കട്ട് ചെയ്യുകയും ചെയ്ത്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ അത്രയും ഇതിൽ തിരക്കിൽ ചെയ്യിച്ചിട്ടെടുക്കുകയും ചെയ്തു. കാരണം ഇനി വെയിറ്റ് ചെയ്ത് നിന്നാൽ പെരുന്നാളിങ്ങെത്തും, പിന്നെ ഇതൊന്നും നടക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ട് ചെയ്തിട്ടെടുത്തതാണ്.
ഹെയർ കട്ടിൻ്റെ വീഡിയോ ചോദിച്ച കമൻറ്റ് ഞാനിവിടെ പിൻ ചെയ്ത് വെക്കാം, ഈ വീഡിയോൻ്റെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ആ വീഡിയോ ചോദിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു തവണ അല്ല, കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കമൻറ്റ് ഇവിടെ പിൻ ചെയ്തതന്നേ ഉള്ളൂ. അധികവും മോൻ്റെ കൂടെ ചെയ്യുന്ന വീഡിയോസിനൊക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട് ഹെയർ സ്റ്റൈൽ ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചത്. ഈ ഹെയർ കട്ട് ഫുള്ളും ഞാൻ ഇതിൽ ഡീറ്റെയിൽ ചെയ്തിട്ട് തന്നെ കാണിച്ചിന്. കാരണം ചോദിച്ചത് കൊണ്ടാണ് ഞാൻ സ്പെഷ്യലി ഇത്ര ഡീറ്റെയിൽ ചെയ്തിട്ട് തന്നെ ഫുൾ വീഡിയോ ആക്കിയിട്ടിട്ടത്. വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഡ്രസ്സ് തന്നെ 3-4 ഷോപ്പ് കയറി ഇറങ്ങിയിട്ട് എല്ലാം കിട്ടിയത്. അത് സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് തന്നെ കുറേ ദിവസങ്ങൾ അങ്ങനെ പോയിന്. അപ്പോൾ ഈ വീഡിയോയിൽ കുറേ ദിവസത്തെ വിശേഷം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഹെയർ കട്ടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ചെയ്ത് പറയാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.